പലപ്പോഴും നമ്മൾക്കൊരു അനുഭവം ഉണ്ടായിരിക്കും. ചില ഭക്തരെ, ചില ആളുകളെ നമ്മൾ ദ്രോഹിച്ചാൽ 10 ഇരട്ടിയോ 100 ഇരട്ടിയോ ആയിട്ട് നമ്മൾ ചെയ്തതിൻ്റെ വിപരീത ഫലം നമ്മൾക്കുണ്ടാകും. പക്ഷെ അവരായിട്ട് ഒന്നും ചെയ്യാൻ പോകുകയില്ല. അതായത് ഇത് അനുഭവിക്കുന്ന, ഈ ക്രൂരത ഏറ്റുവാങ്ങുന്ന ആളുകൾ വെറുതെ ചിരിച്ചത് മാറിക്കളയുകയുള്ളൂ. അതിൻ്റെ എഫക്റ്റ് വേറെ രീതിയിലാണ് നമ്മൾ വരുന്നത്. അവർ പ്രതികാരം വീട്ടാൻ ഒന്നും വരില്ല, പക്ഷെ നമ്മൾക്കതിൻ്റെ അടി കിട്ടും. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? എന്തുകൊണ്ട് ചില ഭക്തർക്ക് മാത്രം ഇങ്ങനൊരു സവിശേഷത? നമ്മളെല്ലാവരും ഭക്തർ തന്നെയാണ്, പക്ഷെ ചില ഭക്തർക്ക് മാത്രമേ അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് കിട്ടുന്ന, അല്ലെങ്കിൽ ആ ഭക്തരോട് ചെയ്താൽ സാക്ഷാൽ ഭഗവാൻ തന്നെ അതിനുള്ളത് തിരിച്ച് നമ്മളോട് ചെയ്യുന്ന ഒരവസ്ഥ, അത് ചിലർ ഭക്തർക്ക് മാത്രമേ ഉള്ളൂ. ഈ പ്രകൃതി തന്നെ തിരിച്ച് നമുക്ക് തരും. ഈ പ്രകൃതി നമുക്ക് തിരിച്ചു തരും നമ്മൾ ആ ഒരു വ്യക്തിയോട് എന്ത് ചെയ്താലും. അങ്ങനെയുള്ള വ്യക്തികൾ ആരാണ്? അങ്ങനെയുള്ള ഭക്തന്മാരുടെ പ്രത്യേകത എന്താണ്? നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. അതിനു മുൻപ് ഈ ചാനൽ പണ്ട് മുതലേ കാണുന്ന ആളുകളാണെങ്കിൽ ഒരു കാര്യം അറിയാം, ഭക്തിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മളുടെ വീഡിയോ എല്ലാം തന്നെ. കാര്യം എന്താണ്? മറ്റ് മാർഗ്ഗങ്ങൾ, ഗുരുപദേശം വേണം, ഗുരുവിൻ്റെ സാമീപ്യം വേണം. പക്ഷെ ഭക്തി മാത്രമേ ഉള്ളൂ. നാമം വെച്ച് നമ്മൾക്ക് തന്നെ തുടങ്ങാം, പിന്നീട് ഒരു ഗുരു നമ്മളിലേക്ക് എത്തിച്ചേരുകയാണ്. എങ്ങനെയാണോ പ്രഹ്ലാദന് വേണ്ടി നമ്മളുടെ നാരദ ഋഷി വന്നത്, അതേപോലെ നമ്മളിലേക്ക് ഓരോ ഗുരു എത്തും എന്നുള്ളത് ഒരു സംശയമില്ല. അതാണ് ഭക്തൻ്റെ ഏറ്റവും വലിയ പ്രയോജനം. ഭക്തനായുള്ള ഏറ്റവും വലിയ പ്രയോജനം എന്താണ്? ഭക്തന് തുടങ്ങാം, നാമം ജപിച്ചു തുടങ്ങാം. അതിനൊരു വിലക്കവും ഇല്ല. നാമം ജപിക്കാം, രാമകൃഷ്ണ എന്നൊക്കെ ജപിക്കാം. അത് കഴിയുമ്പോൾ അയാളിലേക്ക് ദൈവം എത്തിക്കൊണ്ടിരിക്കും. ഭക്തി എന്ന് പറയുന്നത് ഏറ്റവും സേഫസ്റ്റ്, നല്ല ധൈര്യമുള്ളവർക്ക് പറ്റിയതാണ് തന്ത്രമൊക്കെ. അതുകൊണ്ടാണ് വീരന്മാരുടെ പാതയാണെന്ന് പറയുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ദിവ്യമായ അവസ്ഥയിൽ എത്തും, അത് വേറെ കാര്യം. ഞാൻ പറയുന്നത് അത്രയും ധൈര്യം വേണമെന്ന് പറഞ്ഞാണ് തന്ത്രത്തിൽ. യോഗ ആയിക്കൊള്ളട്ടെ, അതിൻ്റേതായ കാര്യങ്ങളുണ്ട്. പക്ഷേ ഭക്തി എന്താണ്? ആർക്കും ഉപയോഗിക്കാം, എപ്പോഴും ഉപയോഗിക്കാം. ഈ തന്ത്രത്തിലും യോഗയിലുമൊക്കെ എവിടെയാണ് എത്തിച്ചേരുന്നത്? അവിടെ നമ്മൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. നമ്മളുടെ മനസ്സും ഭക്തിയും പോലെ ഇരിക്കും. ഭക്തി ഉണ്ടെങ്കിൽ പെട്ടെന്ന് എത്തിച്ചേരാം. ഇത്തിരി ഭക്തി കുറവാണെങ്കിൽ അത് വളർന്ന് വരുന്ന അത്രയും കാലം നമ്മൾ വെയിറ്റ് ചെയ്ത് പതുക്കെ എത്തിച്ചേരാം. എന്തൊക്കെയാണെങ്കിലും അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. ചില ആളുകളോട് നമ്മൾ ദ്രോഹം ചെയ്താൽ, ചില ആളുകളോട്, തിരഞ്ഞെടുക്കപ്പെട്ട ചില ആളുകളോട് ദ്രോഹം ചെയ്താൽ തീർച്ചയായും തിരിച്ച് നമ്മളിപ്പോൾ എല്ലാവരും ഭക്തർ തന്നെയാണ്. എല്ലാവരും ക്ഷേത്രത്തിൽ പോകാറുണ്ട്, എല്ലാവർക്കും ഭക്തിയുണ്ട്, എല്ലാവരും ഭഗവാനോട് പ്രാർത്ഥിക്കാറുണ്ട്, പല കാര്യം നടത്തിയെടുക്കാറുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും നോക്കിയിട്ടുണ്ടായിരിക്കും, സാധാരണ ഭക്തർക്കൊക്കെ ചിലപ്പോൾ ആരെങ്കിലും ഒരു ദ്രോഹം ചെയ്താൽ തിരിച്ച് മറ്റൊരാൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ ചില ഭക്തരോട് ചെയ്താൽ ഭയങ്കര കഠിനമായ പ്രയാസങ്ങളായിരിക്കും ജീവിതത്തിൽ ആ ചെയ്ത ആൾക്കുണ്ടാകുന്നത്. അതിനെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ 2 തരം ഭക്തിയെക്കുറിച്ച് മനസ്സിലാക്കണം. 2 തരം ഭക്തരുണ്ട്, 2 തരം മാർഗമുണ്ട്. അതിലൊന്ന് മാർജാലന്യായം, മറ്റേത് മർക്കടന്യായം എന്നുള്ളതാണ്. എന്താണ് മാർജാലന്യായം? എന്താണ് മർക്കടന്യായം? മർക്കടന്യായം എന്നുള്ളത്, മർക്കടനാരാ? കുരങ്ങൻ. മാർജാലനാരാ? പൂച്ച. അപ്പോൾ എന്തിനാണ് ഈ 2 ഉദാഹരണം ഭക്തിയിൽ പറയുന്നത്? മർക്കടന്യായം അതെന്താണ്? മർക്കടന്യായ അല്ലെങ്കിൽ മർക്കടന്യായം എന്നുള്ളത്, മർക്കടൻ, കുരങ്ങൻ എങ്ങനെയാണോ തൻ്റെ കുട്ടിയെ സംരക്ഷിക്കുന്നത്, അതുപോലെ ഭഗവാൻ ഒരു ഭക്തനെ സംരക്ഷിക്കുന്ന തലത്തിന്, ആ ഒരു തരം അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് മർക്കടന്യായം. എങ്ങനെയാണ് കുരങ്ങൻ കുഞ്ഞിനെ സംരക്ഷിക്കുന്നത്? കുരങ്ങൻ്റെ കുഞ്ഞാണ് കുരങ്ങനെ പിടിച്ചിരിക്കുന്നത്. അതിൻ്റെ മുതുകിൽ കയറിയോ അതിനെ ചുറ്റിപ്പറ്റിയോ അമർത്തിയിരിക്കുന്നത് ആ കുരങ്ങിൻ്റെ കുഞ്ഞാണ്. ആ കുരങ്ങ് അതിനെ പിടിച്ചിട്ടില്ല. ആ കുരങ്ങ് ഓരോ കൊമ്പിലേക്ക് ഇങ്ങനെ ചാടി ചാടി പൊയ്ക്കൊണ്ടിരിക്കും. ആ കുരങ്ങിൻ്റെ കുഞ്ഞ് വേണം അമ്മയെ മുറുകെ പിടിക്കാൻ. കൈ അബദ്ധത്തിൽ വീണുപോയാൽ, കൈ അബദ്ധത്തിൽ ഒന്ന് മാറിപ്പോയാൽ, കുഞ്ഞിൻ്റെ ബലം ഒന്ന് പോയാൽ നേരെ താഴെ കിടക്കും. കുഞ്ഞിന് വലിയ ബലമൊന്നുമില്ല. ഓരോ കൊമ്പിലേക്ക് ചാടാൻ വേണ്ടിയാണ് അമ്മയുടെ 2 കൈ ഉപയോഗിക്കുന്നത്. പക്ഷേ കുഞ്ഞ് വേണം ഇതെല്ലാം നോക്കാൻ. അമ്മ തൊടുകയില്ല കുഞ്ഞിനെ. ഇതുപോലെ ദൈവത്തോട് ഒട്ടിക്കിടക്കാൻ നമ്മൾ പ്രയത്നിക്കുന്ന ആ ഒരു തലമാണ് മർക്കടന്യായം. ഇതിൽ ഭഗവാൻ നമ്മളെ, അല്ലെങ്കിൽ ഭഗവതി നമ്മൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു തരില്ല, നമ്മൾ അങ്ങോട്ട് ചെയ്യണം. യോഗ, പല മാർഗ്ഗങ്ങൾ അതാണെന്ന് പറയും. അതുപോലെ തന്നെ ഭക്തിയിൽ ഈ ഒരു തലമുണ്ട്. ചില ഭക്തർ അങ്ങോട്ട് പ്രയത്നിക്കണം. ഭഗവാനെ എന്നെ ഒന്ന് സ്വീകരിക്കണേ, ഭഗവാനെ. നമുക്ക് പല ആഗ്രഹങ്ങളുണ്ട്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളെല്ലാവരും സാധാരണ മനുഷ്യരായതുകൊണ്ട് പലർക്കും പലതരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ട്. ഭഗവാനെ അത് നടത്തി തരണം, ഇത് തന്നെ കാമ്യ ഭക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഒരു മർക്കടന്യായികളാണെന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞാൽ വരുന്നോ മാർജാലന്യായികൾ. ഇവരെയാണ് നമ്മൾ പേടിക്കേണ്ടത്. ഇവരോട് ദ്രോഹം ചെയ്താലാണ് ഭഗവാൻ അതിനുള്ള പ്രതിഫലം തരുന്നത്, പ്രകൃതി പ്രതിഫലം തരുന്നത്. ഇങ്ങനെയുള്ളവരെ നമ്മൾ എന്തെങ്കിലും ദ്രോഹിച്ചാലാണ്. ആരാണ് അങ്ങനെയുള്ളവർ? എങ്ങനെയാണ് പൂച്ചക്കുഞ്ഞിനെ സംരക്ഷിക്കുന്നത്? പൂച്ചക്കുഞ്ഞാണോ അമ്മയെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ അമ്മയുടെ മുതുകിലേറിയിരിക്കുന്നതല്ല. കാരണം അമ്മപ്പൂച്ചയുടെ വാ കൊണ്ടാണ് കുഞ്ഞിനെ സംരക്ഷിക്കുന്നത്. അമ്മ മുറുകെ പിടിച്ചിരിക്കുകയാണ്. ആ പല്ലൊന്നും കൊള്ളാതെ
അത്രയ്ക്കും എന്താ പറയുക, നല്ല രക്ഷയോടുകൂടി കുഞ്ഞിന് ഒരു തരത്തിലും വേദനിക്കാതെ, എങ്കിൽ എത്ര വലിയ ചാട്ടം അമ്മ പൂച്ച ചാടിയാലും കുഞ്ഞ് അമ്മയുടെ വായിൽ നിന്ന്, ആ പിടുത്തത്തിൽ നിന്ന് താഴേക്ക് പതിക്കുകയേയില്ല. കാരണം ഇവിടെ പിടിച്ചിരിക്കുന്ന ആരാണ്? അമ്മയാണ് പിടിച്ചിരിക്കുന്നത്. ആ ബലമില്ലാത്ത കൈകൾ കൊണ്ടോ അല്ലെങ്കിൽ ആ പല്ലുകൾ കൊണ്ടോ കുഞ്ഞല്ല അമ്മയെ പിടിച്ചിരിക്കുന്നത്, അമ്മയാണ് കുഞ്ഞിനെ പിടിച്ചിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിലുള്ള ഭക്തരുണ്ട്. അതായത് ചില ഭക്തരെ ഭഗവാൻ സംരക്ഷിക്കുന്നവരുണ്ട്. ഭഗവാനെ ചിലപ്പോൾ വിളിക്കാൻ മറന്നു പോയെങ്കിൽ പോലും അവരും ഒരിക്കലും മറക്കില്ല. കാരണം അവരുടെ സദാസമയം അവരുടെ ചിന്ത ഭഗവാനെ കുറിച്ചായിരിക്കും. അവർ ഇന്ന കാര്യത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ ഭഗവാനെ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. അമ്മയ്ക്ക് എങ്ങനെയാണൊരു അമ്മ പൂച്ച കുഞ്ഞിന് ചെയ്തു കൊടുക്കുന്നത്? ഏറ്റവും സേഫായിട്ടുള്ള, ഏറ്റവും അപകടമില്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ട് കുഞ്ഞിനെ കിടത്തിയിട്ട് അതിനുവേണ്ട ആഹാരം, പാല് എല്ലാം അവിടെ എത്തിച്ചു കൊടുക്കും അമ്മ പൂച്ച. അതേപോലെ തന്നെ ഒരു വ്യത്യാസവും ഇല്ലാതെ ഭഗവാൻ ഭക്തനെ എല്ലാം ചെയ്തു കൊടുക്കും. ഒന്നും ചോദിക്കുക പോലും വേണ്ട. കാരണം എന്താണ്? ഭക്തൻ ഒരാഗ്രഹവും ഇല്ല. ഭഗവാൻ അല്ലാതെ ഭക്തൻ ഒരാഗ്രഹവും ഇല്ല. ഈ തലമാണ് ഏറ്റവും ഉന്നതമായ തലം. ഈ തലത്തിലായിരുന്നു മഹാഭക്തന്മാർ. നമ്മൾ ഏതൊക്കെ ഭക്തന്മാരുടെ കാര്യം പറഞ്ഞാലും ആ ഭക്തന്മാരെല്ലാം ഈ തലത്തിലാണ്. ഒരാഗ്രഹം ഭഗവാനോട് പറഞ്ഞില്ലെങ്കിലും അതെല്ലാം ഭഗവാൻ ഇവർക്ക് വേണ്ടി നടത്തി കൊടുക്കും. ആരൊക്കെ ഇവരെ ദ്രോഹിക്കാൻ വന്നാലും അവരെ എല്ലാം എതിർത്ത് ഭഗവാൻ നിൽക്കും. അതിനൊരു ഉത്തമ ഉദാഹരണം ആരാ? പ്രഹ്ലാദൻ. പ്രഹ്ലാദനോട് എന്താ ചോദിച്ചത്? പ്രഹ്ലാദനെ വധിക്കാനായിട്ട് പ്രഹ്ലാദന്റെ പിതാവ് വന്നപ്പോൾ ആ കുഞ്ഞ് പ്രഹ്ലാദൻ പറഞ്ഞോ ഭഗവാനെ എന്നെ രക്ഷിക്കാൻ വരണേന്ന്? ഭഗവാനോട് അപേക്ഷിച്ചോ? ഇല്ല. എപ്പോഴും ഭഗവാനോടുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ. ഒന്നും ഭഗവാനോട് ചോദിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ ഹിരണ്യകശിപു ചോദിക്കുന്നു, എവിടെയൊക്കെയുണ്ട് ഹരി? എൻ്റെ ഉള്ളിലും നിൻ്റെ ഉള്ളിലും, അതായത് നിന്റെ ഹൃദയപത്മത്തിൽ, ആ അനാഹതത്തിലും വിരിയുന്ന ആ സ്നേഹം അതെൻ്റെ ഹരിയാണ്. എൻ്റെ ഹൃദയത്തിലും ഉണ്ട്, ഈ തൂണിലും തുരുമ്പിലും ഉണ്ട്. അത്രേ പറഞ്ഞുള്ളൂ. പിന്നെ ഭഗവാനാ തീരുമാനിച്ചത് എൻ്റെ ഭക്തനെ തൊടണോ വേണ്ടയോ എന്ന് ഭഗവാനാ തീരുമാനിച്ചത്. ഭക്തനൊരു പോറൽ പോലും വരുത്തരുതെന്ന് ഭഗവാനാണ് തീരുമാനിച്ചത്. അത്രയും കാലം ഭഗവാൻ സഹിച്ചു, എല്ലാത്തിൽ നിന്നും രക്ഷിച്ചു. ഒരിക്കൽ പോലും രക്ഷ ചോദിച്ചിട്ടില്ല ഭഗവാനോട് പ്രഹ്ലാദൻ. നിങ്ങൾ എടുത്തു നോക്കിയാൽ, അല്ലെങ്കിൽ പ്രഹ്ലാദന്റെ കഥ എടുത്തു നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും, ഒരിക്കൽ പോലും രക്ഷിക്കണേ എന്നുള്ളൊരു വാക്ക് പ്രഹ്ലാദൻ പറഞ്ഞിട്ടില്ല. സദാസമയവും ഭഗവാന്റെ നാമം മാത്രമാണ് ജപിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾക്കാകാൻ പറ്റുമോ? ചിലപ്പോൾ ഭഗവാൻ നമ്മളെ നന്നായിട്ട് പരീക്ഷിക്കും. അങ്ങനെ നമ്മൾക്കാകാൻ പറ്റുമോ? അവിടെയാണ് ഇപ്പോൾ വേറൊരു കഥ പറയാം. നമ്മളുടെ കനകദാസൻ എന്ന് പറഞ്ഞൊരു മഹാഭക്തനുണ്ടായിരുന്നു. അദ്ദേഹം നമ്മളുടെ ദക്ഷിണേന്ത്യയിൽ തന്നെ ജീവിച്ചിരുന്ന ഒരു മഹാഭക്തനാണ്. അദ്ദേഹം ഒരു നല്ല സുഹൃത്തിനെ കാണാൻ പോകണം, നല്ലൊരു ഭക്തനായ ഒരു സുഹൃത്തിനെ കാണാൻ പോകണം. ചന്നകേശവൻ എന്നാണ് പേര്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ അദ്ദേഹത്തെ കണ്ടു. അതിനിടയ്ക്ക് തിരിച്ച് വരുന്ന വഴിയിലാണ് വേറൊരു മഹാഭക്തൻ്റെ വീടുണ്ട്. ആ ഭക്തൻ്റെ പേര് വൈകുണ്ഠദാസൻ എന്നാണ്. ഈ വൈകുണ്ഠദാസൻ എന്ന് പറഞ്ഞാലും വലിയ ഭക്തനാണ്. നാട്ടിലൊക്കെ ഒരുപാട് പെരുമ കേട്ടോ വലിയ ഭക്തനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കും കനകദാസൻ ഒന്ന് പോയേക്കാം എന്ന് വിചാരിച്ച് കനകദാസ ആ മഹാഗുരു എന്ത് ചെയ്തു? വൈകുണ്ഠദാസൻ എന്ന ആ സുഹൃത്തിൻ്റെ ആ പരമമായ മിത്രവുമാണ്, അതുപോലെ വലിയൊരു ഭക്തനുമാണ് വൈകുണ്ഠദാസൻ. അപ്പോൾ വൈകുണ്ഠദാസൻ്റെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് കനകദാസന് ഒരു കാര്യം മനസ്സിലാകുന്നത്. പാതിരായിരിക്കുന്നു, എല്ലാവരും കിടന്ന് ഉറങ്ങുന്ന സമയമായിരിക്കും. ഈ സമയത്ത് വിളിച്ചുണർത്തണ്ട എന്ന് വിചാരിച്ച് ആ വരാന്തയിൽ തന്നെ കിടന്നുറങ്ങുകയാണ്. പിന്നീട് പിറ്റേ ദിവസം ബ്രഹ്മമുഹൂർത്തത്തിൽ വൈകുണ്ഠദാസൻ തൻ്റെ പൂജ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് കനകദാസൻ എന്ന ആ മഹാഭക്തൻ ഇതേ വരാന്തയിൽ കിടക്കുന്നു. തണുപ്പൊക്കെ കൊണ്ട് കിടക്കുകയാണ്. അത് കണ്ട് വളരെയധികം സങ്കടമായി ആർക്ക്? വൈകുണ്ഠദാസൻ ഉടനെ കനകദാസനോട് വളരെ സങ്കടപ്പെട്ടും ഇത്തിരി ദേഷ്യത്തോടും ഒക്കെ കൂടി ചോദിക്കുകയാണ്, എന്ത് ചെയ്ത്താണ് ചെയ്തത്? എന്ത് പാപമാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത്? അപ്പോൾ കനകദാസൻ പറയുകയാണ്, രാത്രിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാഞ്ഞത്. ആ ഉറക്കം കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ്, ആ നിദ്രയിൽ നിന്ന് എഴുന്നേൽപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ വിളിക്കാഞ്ഞത്. അപ്പോൾ വീണ്ടും വൈകുണ്ഠദാസൻ വിഷമിച്ച് പറയുകയാണ്, എന്ത് തെറ്റാണ് അങ്ങ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത്? അങ്ങ് മാർജാലജ്ഞായാണ്, ഞാനോ മർക്കടജ്ഞായാണ്. അങ്ങ് വെളിയിലാണ് കിടന്നത്, അല്ലെങ്കിൽ അങ്ങ് വരാന്തയിലാണ് കിടന്നത് എന്ന് പറഞ്ഞാൽ സാക്ഷാൽ വൈകുണ്ഠനാഥനും വെളിയിലായിരുന്നു ഇന്നലെ. എൻ്റെ വീടിനകത്തേക്ക് കയറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എന്നെക്കൊണ്ട് എത്ര വലിയ പാപമാണ് ചെയ്യിപ്പിച്ചത്. ഈ ഒരു കാര്യത്തിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്? ഈ രണ്ട് തലം തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകുന്നില്ലേ? അപ്പം നമ്മൾ പലപ്പോഴും ചിന്തിക്കില്ലേ, എന്തുകൊണ്ട് ചില ഭക്തർക്ക് മാത്രം ഇങ്ങനെ? ആ ഭക്തരുടെ നില അതാണ്. നമ്മൾ വിചാരിക്കും വലിയ കോടീശ്വരരായിരിക്കും ഇങ്ങനെയുള്ള ഭക്തർ. കനകദാസൻ വലിയ കോടീശ്വരനായിരുന്നോ? അല്ലെങ്കിൽ ഏത് ഭക്തരെ എടുത്തു നോക്കിയുള്ളൂ. നമ്മളുടെ ഏറ്റവും വലിയ ഒരു മൂഢത്തരം, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയൊരു അബദ്ധം എന്താണെന്ന് അറിയോ? നമ്മൾ ചെയ്യുന്ന അബദ്ധം എന്താണെന്ന് അറിയോ? ഒരാളുടെ സമ്പത്ത് വെച്ച് അയാളുടെ ദൈവാനുഗ്രഹത്തെ അളക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ 1 രൂപ പോലും എടുക്കാൻ കഴിവില്ലാത്ത ആളായിരിക്കും, പക്ഷെ പരമഭക്തനായിരിക്കും. കാരണം അയാൾക്ക് പണത്തിൻ്റെ ആവശ്യമില്ല. പണം തരുന്ന ആനന്ദം അദ്ദേഹത്തിന് വേണ്ട. പൂർണ്ണമായും ഭഗവാനിൽ സമർപ്പിച്ചിരിക്കുകയാണ്. എങ്കിൽ ചില ഭക്തർ നല്ല കോടീശ്വരന്മാരായിട്ടും ജീവിക്കും. പ്രഹ്ലാദനെ രാജാവാക്കിയിട്ടല്ലേ ഭഗവാൻ പോയത്?
അപ്പോൾ ഒരു ഭക്തൻ ഏത് നിലയിലാണ് നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായില്ല. ഇനി പണക്കാരനാണെങ്കിലും പാവപ്പെട്ട ആളാണെങ്കിലും കണ്ടുപിടിക്കാൻ ഒരു മാർഗമുണ്ട്. ഈ മാർഗം കൊണ്ട് നമ്മൾ ജീവിതത്തിൽ ഈ ഭക്തരെ കണ്ടുപിടിക്കാനും പോകുന്നില്ല. എന്താണ് ആ കാര്യം എന്നറിയോ? ഈ ഭക്തർക്ക് ഒരു തരത്തിലുള്ള അഹന്തയും അഹംഭാവവും ഇല്ലായിരിക്കും. ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഞാൻ കോടീശ്വരനാണ്, അല്ലെങ്കിൽ ഞാൻ പാവപ്പെട്ടവനാണെന്നുള്ള ഒരു ബോധവും, അല്ലെങ്കിൽ ഞാൻ പാവപ്പെട്ടവനാണ്, എന്നെ ഒതുക്കി നിർത്തുന്നത്, അങ്ങനെ ഒരു ബോധമില്ല. ഞാൻ ഭഗവാന്റെ ആളാണ്, അല്ലെങ്കിൽ പണക്കാരനായെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അഹങ്കരിക്കുകയില്ല. അതുകൊണ്ട് ഈ അഹങ്കാരം ഇല്ലാത്തവരായിരിക്കും. ചിലപ്പോൾ വലിയ കോടീശ്വരനായിരിക്കും, നമ്മളുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ ഒന്നും നമുക്ക് മനസ്സിലാവില്ല. രത്തൻ ടാറ്റയുടെ ഒക്കെ കാര്യം പറയില്ല, എത്ര കോടീശ്വരൻ, എത്ര വലിയ കോടീശ്വരനാണ്, പക്ഷെ അദ്ദേഹത്തോട് സംസാരിച്ച് അദ്ദേഹം കോടീശ്വരനാന്നുള്ളൊരു തലക്കനമേ ഇല്ല എന്ന് പറയില്ലേ, അതാണ് ഭക്തൻ. അതുകൊണ്ട് ഭക്തനെ കണ്ടുപിടിക്കാൻ ഒരു മാർഗം, അവർക്ക് ഒട്ടും അഹങ്കാരമില്ലായിരിക്കും. ഒട്ടും എന്ന് പറഞ്ഞാൽ ഒട്ടും അഹങ്കാരമില്ലായിരിക്കും. കോടീശ്വരനാണെങ്കിലും പാവപ്പെട്ട ആളാണെങ്കിലും ഒട്ടും അഹങ്കാരമില്ലായിരിക്കും. ഈ ഒറ്റ കാരണം കൊണ്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നത് സ്വയം പുകഴ്ത്തുന്നവർ, അല്ലെങ്കിൽ ഞാൻ എന്തോ സംഭവമാണെന്ന് പറയുന്നവരാ ഭക്തരെന്ന് നമ്മൾ പലപ്പോഴും പ്രതീക്ഷിക്കും. ഞാൻ പറയുന്നത് ഈ കേൾക്കുന്ന എല്ലാവരെയും കുറിച്ചുമല്ല, കേൾക്കുന്നവരിൽ മഹാഭക്തന്മാർ, ഞാൻ ഈ പറഞ്ഞ നിലയിലുള്ള ഭക്തന്മാരും ഉണ്ട്, എനിക്കറിയാം. കാര്യം അതെനിക്ക് മനസ്സിലായതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് പെട്ടവരുണ്ട്. മർക്കട ന്യായത്തിനും മാർജാല ന്യായത്തിനും ഇടയ്ക്ക് പെട്ടവരുണ്ട്. ചില ആഗ്രഹം, കാരണം നമുക്കങ്ങനെ വേണം. കാരണം നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ സമർപ്പിക്കുകയും വേണം, അതുപോലെ ആഗ്രഹം വേണം. അങ്ങനെ ഒരു അവസ്ഥയിലാണ്. കാരണം നമ്മളെല്ലാം ഈ സമൂഹത്തിൽപ്പെട്ട് കിടക്കുകയാണ്, കുടുംബമുണ്ട്, കുട്ടിയുണ്ട്, അങ്ങനെ അത് ഉറപ്പായിട്ടും. അതുകൊണ്ട് ഇതിനിടയ്ക്ക് കിടക്കുന്ന ഭക്തരാണെങ്കിലും ശരി, നല്ല ഭക്തരാണെങ്കിലും ശരി, സമർപ്പണമുക്തി കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ, പൂർണ്ണ സമർപ്പണത്തിലേക്കൊന്നും വരാൻ ആളുകൾക്ക് പറ്റില്ല. പൂർണ്ണ പ്രവൃത്തി, പൂർണ്ണ സമർപ്പണം, ആത്മനിവേദനം, ഒരാഗ്രഹവും ഇല്ലാതെ എല്ലാം ഭഗവാൻ നിശ്ചയിക്കട്ടെ എന്നുള്ള അവസ്ഥയിലെത്തുന്നവരാണ് ഈ മാർജാല ന്യായികൾ എന്ന് പറയുന്നത്. ആ ഒരു അവസ്ഥയിലെത്താൻ വളരെ പ്രയാസമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. കാരണം നമ്മളൊക്കെ സാധാരണക്കാരാണ്. പൂർണ്ണമായ ഭഗവാനിലുള്ള പ്രവൃത്തി, പൂർണ്ണ സമർപ്പണം, ആത്മനിവേദനം, പിന്നെ നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുകയില്ല. മുഴുവൻ സമയവും ഭഗവാൻ എന്നുള്ള ആ നാമത്തിൽ മുഴുകി കഴിയുകയായിരിക്കും. ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ സാധാരണ കുടുംബവും കുട്ടികളും നമ്മൾക്ക് സാധിക്കുമോ? അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ന്യായം സ്വീകരിക്കണം? ഒരു മധ്യ ന്യായം സ്വീകരിക്കണം. മർക്കട ന്യായം ഉണ്ടായിരിക്കണം, മാർജാല ന്യായം ഉണ്ടായിരിക്കണം, ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കണം. കാരണം നമുക്ക് വേണ്ടിയല്ല, നമുക്ക് കുടുംബമുണ്ട്, കുട്ടിയുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം, അതിനുവേണ്ടി സങ്കല്പ സാധന ചെയ്യണം, അതിനുവേണ്ടി ഭഗവാനോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചു വാങ്ങണം. അങ്ങനെ ചോദിച്ചു വാങ്ങുന്ന ഭക്തരുണ്ട്. അങ്ങനെ ചോദിച്ചു വാങ്ങുന്ന ഭക്തരും ഭഗവാനോടുള്ള ആ അഭേദ്യമായ സ്നേഹം കൊണ്ട് ഭഗവാൻ മാർജാല ന്യായത്തിൽപ്പെടുത്തിയവരുണ്ട്. അഭേദ്യമായിട്ടുള്ള സ്നേഹം കൊണ്ട്. ആരാ? സുന്ദരമൂർത്തി നായനാർ എല്ലാ ആഗ്രഹവും ചോദിച്ചു വാങ്ങുമായിരുന്നു. ഭഗവാനെ എനിക്കത് വേണം, ഭഗവാനെ എനിക്ക് സ്വർണം വേണമെന്ന് ഭഗവാനോട് ചോദിച്ചിട്ടുള്ള ഏത് ഭക്തരെ നമ്മൾ കണ്ടിട്ടുണ്ട്? ഇല്ല. ഭഗവാനെ എനിക്ക് സ്വർണം വേണം, ഭഗവാനെ എനിക്ക് ഇന്നയാളെ വിവാഹം കഴിക്കണം, അതിന് നീ വേണം മധ്യസ്ഥത വഹിക്കാൻ, ഇങ്ങനെയൊക്കെ ഏത് ഭക്തന് പറയാൻ പറ്റും? അത്രയും പറഞ്ഞിട്ടും ഭഗവാൻ സ്വന്തം കുഞ്ഞിനെ പോലെയല്ലേ കരുതിയത് സുന്ദരമൂർത്തി നായനാർ. അവസാനം കൈലാസത്തിലേക്ക് പോകാൻ വേണ്ടി തേര് വരെ അയച്ചു കൊടുത്തു. ആര്? ശിവഭഗവാൻ. അപ്പോൾ നമ്മളിവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ്, എത്ര സ്നേഹം ഭഗവാൻ ഉണ്ടാകുന്നോ അത്രത്തോളം നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആഗ്രഹങ്ങൾ പറഞ്ഞാലും നടത്തിത്തരും. പക്ഷേ നമ്മൾ അല്ലാതെ പറയുമ്പോൾ ഒരു മാർജാല ന്യായം എന്ന് പറഞ്ഞാൽ എന്താണ്? നിഷ്കാമ കർമ്മമാണ്, അകർമ്മമാണ്. അകർമ്മം എന്ന് പറഞ്ഞാൽ കർമ്മമില്ലാത്ത അവസ്ഥയിലേക്ക് എത്താനുള്ള പ്രയത്നം. അത് മാർജാലമാണെങ്കിലും മർക്കടമാണെങ്കിലും. മർക്കട ന്യായക്കാർ എന്തിനാണ് ശ്രമിക്കുന്നത്? മാർജാല ന്യായത്തിലേക്ക് എത്താനാണ്, പൂർണ്ണമായും ഭഗവാനിലേക്ക് സമർപ്പിക്കാനാണ്. സമർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടേതായ ഒന്നുമില്ല. പക്ഷേ ഈ യുഗമാണ്, ഇതൊന്നും നമ്മൾക്ക് പറ്റില്ല. അപ്പോൾ ഒരു മധ്യനയം സ്വീകരിക്കണം. ഭഗവാനോടുള്ള പൂർണ്ണ സമർപ്പണവും വേണം. നമ്മളെന്നുള്ള അഹങ്കാരം ഉണ്ടായിരുന്നു. ഈ ഒരു കാര്യം മതി. ഇപ്പം നമുക്ക് ഈ യുഗത്തിനനുസരിച്ച് എങ്ങനെ അത് മാറ്റിയെടുക്കാം? നമ്മളെ ആര് ദ്രോഹിച്ചാലോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അവസ്ഥ വന്നാലോ, ദ്രോഹം എങ്ങനെയൊക്കെ വരും? പലതരത്തിലുള്ള ദ്രോഹമുണ്ട്. അതിന് വേറൊരു മനുഷ്യൻ തന്നെ ചെയ്യണമെന്നില്ല. ചിലപ്പോൾ പ്രകൃതി നമ്മൾക്ക് ചെയ്യുന്ന ദ്രോഹമായിരിക്കാം, കാലം നമ്മൾക്ക് ചെയ്യുന്ന ദ്രോഹമായിരിക്കാം. അപ്പോൾ പല സമയത്ത് പലതരത്തിലുള്ള ശത്രുക്കളും അല്ലെങ്കിൽ പീഡകളും ഒക്കെ വരുമ്പോൾ നമ്മൾ പൂർണ്ണമായും ഭഗവാനെ സമർപ്പിച്ച് ഭഗവാനോട് ആ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ പല ഭക്തരും ഉപാസകരും ഒക്കെ അവരുടെ എല്ലാ തരത്തിലുള്ള ആരാധനാ രീതികളും കഴിഞ്ഞ് ഭഗവാനെ എനിക്ക് ഇതാണ് അവസ്ഥ, ഇതിൽ നിന്ന് എനിക്ക് പുറത്ത് കിടക്കാൻ സാധിക്കണേ എന്നൊക്കെ ഭഗവാനോട് സംസാരിക്കാറുണ്ട്. ഇതൊക്കെ സംസാരിക്കുന്നത് എന്തിനാണ്? ഭഗവാൻ അത് ഏറ്റെടുത്ത് ചെയ്യുമ്പോഴാണ്. അപ്പം നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സുന്ദരമായ കാര്യമുള്ളൂ. എന്ത് നടന്നാലും അതിന് ഭഗവാനോട് നന്ദി പറയുക, നന്ദിയുള്ളവരായിരിക്കുക. ആഗ്രഹങ്ങൾ നടന്നാലും ആഗ്രഹങ്ങൾ നടന്നതിൻ്റെ ക്രെഡിറ്റ് ഭഗവാൻ കൊടുക്കുക, അഹങ്കരിക്കാതിരിക്കുക. അങ്ങനെ ചെയ്ത് നമുക്കൊരു ജീവിതത്തിൻ്റെ ഒരു അന്ത്യഘട്ടമൊക്കെ ആകുമ്പോൾ, ചിലർക്ക് അന്ത്യഘട്ടമൊന്നും ആകണ്ട. ഞാൻ ഈ അവസ്ഥയിലുള്ള മഹാഭക്തന്മാരെയൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. ഇതുപോലെ എനിക്കാകാൻ പറ്റുന്നില്ലല്ലോ. ആ 2 പേരുടെയും പ്രായം എത്രയാണെന്ന് അറിയാമോ? ഒരാൾക്ക് 17 വയസ്സ്, ഒരാൾക്ക് 20 വയസ്സ്.
ഒരാൾ എന്നും കമൻറ്റ് ചെയ്യുന്ന ഒരാളാണ്, മറ്റാൾ കമൻറ്റേ ചെയ്യില്ല, പക്ഷേ എന്നോട് അല്ലാതെ സംസാരിക്കാറുണ്ട്. ഇവരൊക്കെ സത്യം പറഞ്ഞാൽ മഹാഭക്തരാണ്. ഞാൻ വേറെ പല പ്രായത്തിലുള്ള വലിയ ഭക്തരെ കണ്ടിട്ടുണ്ട്. ഞാൻ അവരെക്കുറിച്ച് പറയാഞ്ഞത് ഇത്രയും ചെറിയ പ്രായത്തിലും വലിയ ഭക്തരുണ്ട് എന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. വലിയ ഭക്തരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ ചാനലിൽ തന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെ നല്ല ഭക്തരാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രായമൊന്നും കണക്കാണ്ട, പ്രായം, വർഗം, വർണ്ണം ഇതൊന്നും ഇതിന് ബാധകമല്ല. നമ്മൾ ഭഗവാനോട് എത്ര സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഭഗവാനോട് ഒരു ആഗ്രഹങ്ങൾ, നമുക്കൊന്നും ആഗ്രഹമില്ലാതിരിക്കാൻ പറ്റില്ല. നമുക്ക് പല ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ആഗ്രഹങ്ങളൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ഭഗവാനോട് ചോദിച്ചിട്ട് അതൊക്കെ നടന്നാൽ ഇതെൻ്റെ കഴിവല്ല, അത് ഭഗവാന്റെ ആണ് എന്നുള്ള പൂർണ്ണ സമർപ്പണത്തിൽ നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മളെ ആര് ദ്രോഹിച്ചാലും നമ്മളെ ആര് വേദനിപ്പിച്ചാലും അതിനുള്ള മറുപടി ഭഗവാൻ കൊടുത്തോളും. ഭഗവാനായിരിക്കും നമ്മളെ സംരക്ഷിക്കുന്നത്. ഭഗവാനായിരിക്കും നമ്മളെ സംരക്ഷിക്കുന്ന ഓരോ ഇതുമില്ല. അതുപോലെ തന്നെ കുലദേവി ആരാധിക്കുന്നവർ, ദേവനോ ദേവിയോ ആയിക്കൊള്ളട്ടെ, കുലദേവതയെ ആരാധിക്കുന്നവർക്ക് ഇതേ അവസ്ഥയാണ്. അവർ ഓൾറെഡി ആ ന്യായത്തിലാണ്, മാർജാല ന്യായത്തിലാണ്. കുലദേവിയെ വിളിച്ചാൽ തന്നെ കുലദേവി കുഞ്ഞിനെ പോലാണ് ഇവരെ സംരക്ഷിക്കുന്നത്. കുലദേവിയെ ആരാധിക്കുന്ന മക്കളെ അല്ലെങ്കിൽ കുലദേവിയെ ആരാധിക്കുന്ന ഭക്തരെ ഒരിക്കലും ദ്രോഹിക്കാൻ പോരുത്. ഞാൻ പറഞ്ഞ പോലെ ഈ തരത്തിലുള്ള ഭക്തരെയും കുലദേവിയെ ആരാധിക്കുന്ന ഭക്തരെയും ഒരിക്കലും ദ്രോഹിക്കാൻ പോരുത്. അവരുടെ സ്വന്തം അമ്മയാണ് കുലദേവി. അവർക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു രോമത്തിനെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പോലും കണക്ക് നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, കുലദേവി ആരാധിക്കുന്നവരും അതുപോലെ തന്നെ ഈ തലത്തിൽ നിൽക്കുന്ന ഭക്തരെയും നമ്മൾ സൂക്ഷിക്കണം. അങ്ങനെയുള്ളവരോട് ഒരിക്കലും ഒരു തരത്തിലുള്ള പ്രശ്നത്തിനും പോകരുത്, അവരെ ദ്രോഹിക്കരുത്. 10 ഇരട്ടിയായിട്ട് ഭഗവാൻ തിരിച്ചു തരും. 10 ഇരട്ടിയാണോ എത്ര ഇരട്ടിയാണോ ഭഗവാൻ തീരുമാനിക്കും. ഏതാണെങ്കിലും തിരിച്ചു തരും. കാര്യം അവർ ആരെയും ദ്രോഹിക്കാൻ പോയില്ല. നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ ആഭിചാരം കൊണ്ട് ഇവരെ ദ്രോഹിച്ചെന്നിരിക്കട്ടെ, അവർ തിരിച്ച് ആഭിചാരം കൊണ്ട് ഒന്നും ചെയ്യില്ല. അവർക്ക് പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരിക്കും ഭഗവാനിൽ. അതുകൊണ്ട് ഭഗവാന്റെ ഭക്തർക്ക് വേണ്ടി കണക്ക് ചോദിക്കുന്നത് പ്രകൃതിയായിരിക്കും. ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. എന്ന് വെച്ച് പൂർണ്ണ പ്രപത്തി ആഗ്രഹമില്ലാത്ത ആ ഉന്നതമായ മാർജാല ന്യായം എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ, അതുപോലെ ഭഗവാൻ നമ്മളെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒരാഗ്രഹം ഇല്ലാതിരിക്കണം. അതിലേക്ക് എത്തിച്ചേരാൻ പറ്റാത്തപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ അത് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാം നമ്മൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഒന്ന് ചെയ്ത് അവസാനം നമ്മളുടെ ജീവിതം എന്താ പറയുക, അവസാന സമയത്ത് നമ്മൾ ഏത് നിലയിലെത്തണം? പൂർണ്ണമായ സമർപ്പണത്തിലെത്തണം. അപ്പോൾ ഭഗവാൻ സ്വീകരിക്കും. നമ്മൾക്ക് ആ മോക്ഷം എന്നുള്ള പരമമായ അവസ്ഥ ഭഗവാൻ തരും. പൂർണ്ണ സമർപ്പണം. നമ്മൾക്ക് ഒരു പ്രായം കഴിയുമ്പോൾ അറിയാമല്ലോ, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ തീർന്നു. അപ്പോൾ നമ്മൾ ആ മാർജാല ന്യായത്തിലേക്ക് പോകാൻ ശ്രമിക്കണം. അതിനു മുൻപും നമ്മൾ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് പ്രാക്ടീസ് ചെയ്താൽ എത്ര വലിയ ദ്രോഹം ആര് ചെയ്താലും നമ്മൾക്കത് ഏൽക്കുകയില്ല. ഏറ്റാൽ അത് തിരിച്ച് പ്രകൃതി കൊടുക്കുകയും ചെയ്യും. ഈ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾക്കൊരു ആഗ്രഹം തീരുന്ന ഒരു സമയം ഉണ്ടെങ്കിൽ ആ സമയം തൊട്ട് ഒരാഗ്രഹവും പിന്നെ ഉണ്ടാകരുത് എന്നുള്ള ചിന്തയോടുകൂടി പൂർണ്ണമായും ദൈവത്തിലേക്ക്, ഭഗവാനിലേക്ക്, ഭഗവാനെ നീ മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട, വേറെ ഒരു ആഗ്രഹം ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ. അതെപ്പോഴാണ് എത്തുന്നത്? ധർമാർത്ഥ കാമമോക്ഷം. നമ്മൾക്കെല്ലാം കിട്ടണം. നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കി ഒന്നുമല്ല, ഭഗവാനാണ് സത്യം. അപ്പോൾ നമ്മൾ മാർജാലന്യായികളായി ആ അവസ്ഥയിലെത്തും. കനകദാസനൊക്കെ ജനിച്ചപ്പോൾ, ആ മഹാഗുരുവൊക്കെ, ആ മഹാപ്രഭുവൊക്കെ, ആ മഹാഭക്തനൊക്കെ ജനിച്ചപ്പോൾ മുതൽ അങ്ങനെ. നമ്മൾ അങ്ങനെ ആകാൻ പറ്റുമോ? പ്രഹ്ലാദൻ ജനിച്ചപ്പോൾ മുതൽ അങ്ങനെ ആകാൻ പറ്റുമോ? കാരണം നമുക്ക് പല ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ടും അവർക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്നിട്ടും ഭഗവാനെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ അവർ മഹാഭക്തരാണ്. പക്ഷെ നമുക്കും അങ്ങനെ ചെയ്യാൻ സാധിക്കും. നമ്മളുടെ എല്ലാ ആഗ്രഹങ്ങളും തീർന്ന് ഒരു പ്രായം നിശ്ചയിക്കും. ഈ പ്രായം മുതൽ ഞാൻ ഭഗവാനിലേക്ക് പൂർണ്ണമായും ലയിക്കാൻ തീരുമാനിച്ചു. അതിനു മുൻപ് നമ്മൾ ഇതുപോലെ ഭഗവാനിലെല്ലാം സമർപ്പിച്ച് അഹങ്കാരമില്ലാതെ ചെയ്താൽ ജീവിതത്തിലെ പല അപ്രാപ്യമായ കാര്യങ്ങളും, ഇപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളെ ദ്രോഹിക്കുന്നവർക്ക് എന്ത് സംഭവിക്കുന്ന പറഞ്ഞല്ലോ. പക്ഷെ വേറൊരു കാര്യം പറഞ്ഞില്ല. നമ്മൾ ഭഗവാനിലേക്ക് സമർപ്പിച്ച് എന്താഗ്രഹിച്ചാലും ഭഗവാനെ നീ നടത്തി തരും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ആഗ്രഹിച്ചാൽ അത് ഭഗവാൻ നടത്തി തരും. ഞാൻ പറഞ്ഞല്ലോ സുന്ദരമൂർത്തി നയനാരുടെ കാര്യം. നമ്മൾക്ക് വേണ്ട കാര്യം ഭഗവാനോട് ചോദിക്കണേ, ഭഗവാൻ എൻ്റെ ആവശ്യം ഇതാണ്, എനിക്കിത് നിന്ന് മറികടന്നു പോകാൻ സാധിക്കുന്നില്ല, എല്ലാം അറിയാവുന്നവനല്ലേ ഭഗവാൻ, എനിക്കിത് ചെയ്തു തരണം എന്നുള്ള ഇത് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല. ചിലർക്ക് പെട്ടെന്ന് കിട്ടും. നമ്മളുടെ കർമ്മം അനുസരിച്ചിരിക്കും. എന്താണെങ്കിലും അങ്ങനെ ചെയ്താൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും ചെറിയ കാര്യങ്ങളൊക്കെ നടത്തി നമ്മൾ എത്രത്തോളം ഭഗവാനോട് ഐക്യപ്പെടുന്നതിനനുസരിച്ച് നമ്മൾക്ക് ആവശ്യമാണെങ്കിൽ വലിയ കാര്യങ്ങളും ഭഗവാൻ നടത്തി തരും. ഇവിടെ ഒരു കാര്യമുണ്ട്, ഭക്തൻ്റെ ഒരു കാര്യമുണ്ട്. ഭക്തൻ അല്ല നിശ്ചയിക്കുന്നത്, ഭഗവാനാണ് നിശ്ചയിക്കുന്നത്. എൻ്റെ മകൻ എന്ത് കൊടുക്കണം. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഒരു അമ്മയാണ് നിശ്ചയിക്കുന്നത് കുഞ്ഞിന് എന്ത് കൊടുക്കണം, എപ്പോൾ എന്ത് ആഹാരം കൊടുക്കണം. അമ്മയ്ക്കറിയാം എപ്പോൾ എന്ത് കൊടുക്കണം. അതുകൊണ്ട് ഭഗവാനിൽ വിശ്വസിച്ചിരിക്കുക. ഇപ്പോൾ നമ്മളൊരു ജോലിക്ക് ശ്രമിച്ചു, ഭഗവാൻ എനിക്ക് വിദേശത്ത് ജോലി വേണം, പക്ഷെ നമുക്ക് കിട്ടിയില്ല. കാര്യം എന്താ? 2 ആഴ്ച കഴിയുമ്പോഴറിയുന്ന അവിടെ യുദ്ധം തുടങ്ങി. കാര്യം ഭഗവാൻ അറിയാം ഇപ്പോൾ ഇവൻ അങ്ങോട്ട് പോയാൽ ശരിയാകില്ല. അപ്പം നമുക്കൊരു ജോലി കിട്ടിയില്ല, അല്ലെങ്കിൽ ഒരു കാര്യം നടന്നില്ല എന്ന് വിചാരിച്ച് ഒരിക്കലും ഭഗവാനെ കുറ്റം പറയാൻ പാടില്ല. കാര്യം എന്താ? നമുക്ക് ചിലപ്പോൾ ആവശ്യമില്ലാത്തായിരിക്കും. അങ്ങനെ എല്ലാത്തിൽ നിന്നും സംരക്ഷിക്കും, ശത്രുവിൽ നിന്നും സംരക്ഷിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഭക്തരെ ദ്രോഹിക്കാൻ പോകരുത്. ഇങ്ങനെയുള്ള ഭക്തരാകാൻ ശ്രമിക്കുക. അതിൻ്റെ ഒരു 1000-1 ആകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, പറ്റിക്കഴിഞ്ഞാൽ, ശ്രമിച്ച് നടന്നു കഴിഞ്ഞാൽ, സാധ്യമാക്കി കഴിഞ്ഞാൽ, അതിൻ്റെ സിദ്ധി ലഭിച്ചു കഴിഞ്ഞാൽ
എന്നൊക്കെ പറയാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പ്രകൃതിയാണ് പിന്നെ നമുക്ക് വേണ്ടി കണക്ക് ചോദിക്കുന്നത്. നമ്മൾ ഒന്നിനും വേണ്ടി പോകണ്ട. 1% മതി ആ മഹാഭക്തരുടെ. കനകദാസൻ്റെ 1,00,000 നമുക്ക് കിട്ടിയാൽ മതി. ആ 1% ഭാവം കിട്ടിയാൽ മതി. ചിലർക്ക് അത്രയും തന്നെ കനകദാസനെ പോലെ തന്നെ ഭക്തിയുള്ളവരൊക്കെ ഉണ്ട് കേട്ടോ നമ്മളുടെ ഇടയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. പക്ഷേ എങ്കിലും ഞാൻ പറയണം, 1% കിട്ടിയാൽ പോലും അത്രയും വലിയ കാര്യമാണ്. അതിനുവേണ്ടി ശ്രമിക്കുക. അഹോബിലം